ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് മെയ് 10 ഓഡിയോ ഇടാനായിട്ട് വൈകി. സുഖമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. 10 വണക്കമാസം നമുക്ക് വായിക്കാം. ഈ പഴയ പുസ്തകം കിട്ടാനായിട്ട് കുറേ പേര് അന്വേഷിച്ചു. പക്ഷേ അവിടെ ഇനി അത് അച്ചടിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. നമുക്കെന്തായാലും ഇതൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് എല്ലാ വർഷവും ഉപയോഗിക്കാം. നമുക്ക് 10 വണക്കമാസം വായിക്കാം. ഗബ്രിയേൽ ദൈവദൂതൻ ദൈവമാതാവിനെ സ്തുതിക്കുന്നു. 1 ദിവ്യമാതാവ് പ്രാപിച്ച ദൈവവരങ്ങളെക്കുറിച്ചും 2 സർവേശ്വരനിൽ നിന്ന് പ്രാപിച്ച ആത്മീയമായ ഐക്യത്തെക്കുറിച്ചും 3 സകല ഉത്തമ സൃഷ്ടികളെക്കാളും കൂടുതലായി പ്രാപിച്ച ഉന്നതിയെക്കുറിച്ചും ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തെ വാഴ്ത്തി. ആദ്യം ദൈവദൂതൻ സ്വർഗരാജ്ഞിയെ ആ നാഥ പ്രാപിച്ച മഹിമയെക്കുറിച്ച് നന്മ സമ്പൂർണ്ണയെ അങ്ങേക്ക് സ്വസ്തി എന്ന് അഭിവാദ്യം ചെയ്തു. ഈ വചനങ്ങൾ കൊണ്ട് ദൈവദൂതൻ ശുദ്ധ തൃത്വത്തിൻ്റെ സ്ഥാനപതിയായിട്ടത്രേ പരിശുദ്ധ കന്യകയോട് മംഗളവാർത്ത അറിയിച്ചത്. ആ നാഥയ്ക്ക് സകല സുവിശേഷങ്ങളിലും ഉന്നത സുവിശേഷമായ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ അറിയിച്ചു. മറ്റു വിധത്തിൽ സ്തുതിക്കുന്നതിന് വഹിയാത്തവനായ ദൈവദൂതൻ നന്മ സമ്പൂർണ്ണയെ എന്ന് ചൊല്ലി. ആ വചനത്താൽ മാതാവിൻ്റെ മഹത്വത്തെ സ്പഷ്ടമാക്കി. എന്തുകൊണ്ടെന്നാൽ വിസ്മയിപ്പാൻ തക്ക ആ ദിവ്യ കന്യക തൻ്റെ വിചാരത്തിലും വചനത്തിലും ക്രിയകളിലും എല്ലാ വക പ്രസാദവരങ്ങളും നന്മകളും നിറഞ്ഞവളായും ഉന്നതമാവണ്ണം വരപ്രസാദത്താൽ അലങ്കരിക്കപ്പെട്ടവളായും അനുഗ്രഹങ്ങളും സ്വഭാവത്തിനു മേലായ പുണ്യങ്ങളും റുഹാദുപദാശയുടെ വരങ്ങളും കൊണ്ട് മോക്ഷവാസികളേക്കാൾ ഉന്നതയുമായിരുന്നു. നാമും ദൈവദൂതനോടുകൂടെ നമ്മുടെ നാഥയെ വാഴ്ത്തി ഈ അമ്മയ്ക്ക് ലുബ്ധമായ ദിവ്യ നന്മകളെ കൊണ്ടാടേണ്ടതും ആ അമ്മ നിർഭാഗ്യരായിരിക്കുന്ന നമ്മുടെ മേൽ കനിഞ്ഞ് തൻ്റെ കൈവശത്തിലുള്ള ദൈവ നന്മകളിൽ ഏതാനുമെങ്കിലും നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുമാണ്. 2 ദൈവദൂതൻ പരമരാജ്ഞിയോട് കർത്താവ് നിന്നോടുകൂടെ എന്ന് ചൊല്ലിക്കൊണ്ട് ആ കന്യക പ്രാപിച്ച ദൈവ ഐക്യത്തെപ്പറ്റി സ്തുതിച്ച് മറ്റ് പുണ്യാത്മാക്കളിൽ വസിക്കുന്നതിനേക്കാൾ അധികം ഇഷ്ടത്തോടും ഐക്യത്തോടും കൂടെ വസിക്കുന്നതിന് ഈശോ കന്യകാമറിയത്തിൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുകയും തന്മൂലം അത് ദൈവത്തിൻ്റെ സാക്ഷാലുള്ള ആലയമായി തീരുകയും ചെയ്തു. തൻ്റെ ഉദരത്തിൽ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായിരിക്കുന്ന രക്ഷിതാവ് 9 മാസം വരെയും വസിച്ചു. നിങ്ങൾക്കും ഈ ഭാഗ്യം ലഭിക്കുന്നതാണ്. വരപ്രസാദത്തോടുകൂടി ഇരിക്കുമ്പോൾ സർവേശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. എന്നാൽ ചാവുദോഷത്തിൽ വീണാൽ ദൈവം നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും നിങ്ങളെ കൈവിടുകയും ചെയ്യും. അപ്പോൾ പിശാചിന് അടിമയായിത്തീരുന്നു. ഇതിനേക്കാൾ വലിയ നാശമുണ്ടോ? നിങ്ങൾ ആ നാശത്തിൽ വീഴാതിരിപ്പാൻ നിങ്ങളെ കാത്തുകൊള്ളുന്നതിന് ഈ ദിവ്യ മാതാവിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. 3 ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സ്ത്രീകളിൽ ആശീർവദിക്കപ്പെട്ടവൾ നീ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് സകല സൃഷ്ടികളെയും കാൾ ഉപരിയായി പ്രാപിച്ച ഉന്നത മഹിമയെക്കുറിച്ച് ആ നാഥയെ പുകഴ്ത്തുന്നു. പരിശുദ്ധ കന്യകയെ അങ്ങ് സകല സൃഷ്ടികളെയും കാൾ ദൈവവരത്തെയും കൃപയെയും പ്രാപിച്ചിരിക്കുന്നു. പുഷ്പങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ശോശന്ന എന്ന പുഷ്പം പോലെ അങ്ങ് പാപത്താൽ അശുദ്ധരായ മനുഷ്യരുടെ ഇടയിൽ പരിശുദ്ധതയോടുകൂടെ വിളങ്ങുന്നു. ആദിമാതാവായ ഹവ്വ മനുഷ്യസന്തതികളുടെ മേൽ എല്ലാ വക നാശങ്ങളെയും വരുത്തിവെച്ചു. അങ്ങാകട്ടെ അവരുടെ മേൽ ദൈവ ആശിസ്സുകളെ ധാരാളമായിട്ട് വർഷിച്ചു. അതിനാൽ എന്നേക്കും മാലാഖമാരും മറ്റു സകല മോക്ഷവാസികളും സകല ജീവജാലങ്ങളും അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചു കൊണ്ടാടുകയും ചെയ്യും. എൻ്റെ ദിവ്യമാതാവേ, അയോഗ്യനെങ്കിലും അങ്ങേ ആശ്രിതരോടുകൂടെ അങ്ങേ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അങ്ങ് പ്രാപിച്ച ദൈവവരങ്ങളെ എൻ്റെ ജീവിതകാലമൊക്കെയും പാടി സ്തുതിച്ചതിൻ്റെ ശേഷം മോക്ഷരാജ്യത്തിൽ അങ്ങയെ പുകഴ്ത്തി സ്നേഹിച്ചുകൊണ്ട് വാഴുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം
സ്പെയിൻ രാജ്യത്തിൽ മഹമ്മദീയരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കയിൽ അനവധി ക്രിസ്ത്യാനികൾ അവർക്ക് അടിമകളാകുകയും മതപീഡനം കൊണ്ട് പലരും സത്യവേദം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ഈ കഷ്ടസ്ഥിതിയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ സ്വർഗരാജ്ഞി മൂലം നടന്ന ഒരു സംഭവമാണ് താഴെ കാണുന്നത്. അക്കാലത്ത് മഹാസമ്പന്നനും വലിയ ദൈവഭക്തനുമായ പത്രോസ് നൊലാസ്കി എന്നൊരാൾ ഉണ്ടായിരുന്നു. അടിമകളാക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് മോചനം നൽകാനുള്ള മാർഗത്തെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടാതുള്ള വിചാരം. ഒരു നാൾ അധികം ഭക്തിപുരസ്സരം ദൈവസിംഹാസനത്തിൻ പക്കൽ തൻ്റെ പ്രാർത്ഥനകളെ കാഴ്ചവെക്കുമ്പോൾ മഹാപ്രകാശത്തോടും നിസ്തുലമായ മഹിമയോടും കൂടെ പരിശുദ്ധ കന്യക അയാൾക്ക് പ്രത്യക്ഷയായി ഇപ്രകാരം അരുളി ചെയ്തു: അടിമകളെ മോചിക്കുന്നതിനായി ഒരു സന്യാസ സഭ എൻ്റെ നാമത്തിൽ സ്ഥാപിച്ചാൽ അത് എൻ്റെ പുത്രനും എനിക്കും വളരെ പ്രിയമായിരിക്കും. ആ രാത്രിയിൽ തന്നെ ദൈവമാതാവ് അരക്കോനിയ എന്ന രാജ്യത്തിലെ രാജാവായ യാക്കോബ് എന്ന മഹാനും വിശുദ്ധ റൈമുണ്ടോസ് പെന്നാപെർത്ത് എന്ന അദ്ദേഹത്തിനും കാണപ്പെട്ട് മേൽപ്പറഞ്ഞ സഭ സ്ഥാപിക്കുന്നതിന് ഇവർ ഇരുവരും സഹായിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്രകാരം ദൈവമാതാവിൻ്റെ നാമത്തിൽ അടിമത്തത്തിൽ നിന്നും ക്രിസ്ത്യാനികളെ വീണ്ടും രക്ഷിപ്പാനായിട്ടൊരു സഭ സ്ഥാപിതമായി. ഈ സഭയിലെ സന്യാസികൾ എല്ലാ സഭകൾക്കും പൊതുവായ 3 വ്രതങ്ങൾക്ക് പുറമേ ക്രിസ്ത്യാനികളെ മറ്റു പ്രകാരത്തിൽ മോചിക്കുവാൻ സാധിക്കാത്ത പക്ഷം തങ്ങൾ അവർക്ക് പകരം അടിമകളായി കൊള്ളാമെന്ന് ഒരു വാഗ്ദാനം കൂടെ ചെയ്യുക പതിവാണ്. ഈ സഭ ദൈവമാതാവിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ ആശീർവാദത്താലും അനേക ദേശങ്ങളിൽ പരക്കുകയും അതുമൂലം അനവധി ജനങ്ങൾ കഠിനമായ ദാസ്യാവസ്ഥയിൽ നിന്ന് മുക്തരായി സ്വകുടുംബങ്ങളിൽ സന്തോഷപൂർവ്വം തിരികെ ചെന്ന് ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്യാസികളിൽ അനേകം പേർ അടിമകളെ വീണ്ടും രക്ഷിപ്പാൻ വേണ്ട പണമില്ലാതെ വരുമ്പോൾ കന്യകാമറിയത്തിൻ്റെ നാമം ചൊല്ലി തങ്ങളെ തന്നെ അവർക്ക് പകരം അടിമകളായി കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കുമായിരുന്നു. ക്രിസ്ത്യാനികളെ, നിങ്ങളും പിശാചിൻ്റെ കഠിനമായ ദാസ്യത്തിൽ അകപ്പെട്ട് സങ്കടപ്പെടുന്നു. നിർഭാഗ്യ പാപികളുടെ മേൽ അലിവ് തോന്നി അവർക്ക് വേണ്ടി ദൈവാനുഗ്രഹത്തെ പ്രാർത്ഥിച്ച് അവർ പൈശാചിക ദാസ്യത്തിൽ നിന്നും മുക്തരാകുവാനായി പ്രാർത്ഥിക്കണം. ജപം. എൻ്റെ നാഥേ, രക്ഷിതാവിൻ്റെ മാതാവേ, സകല സ്ത്രീജനങ്ങളെയും കാൾ ആശീർവദിക്കപ്പെട്ടവളെ, കന്യകകളിൽ ഉത്തമ കന്യകയെ, മനുഷ്യവർഗമൊക്കെയും എപ്പോഴും അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞാനും അവരോടുകൂടെ നിന്നെ സ്തുതിച്ച് നിൻ്റെ മഹത്വത്തെ എല്ലാവരോടും അറിയിക്കുന്നവനാകട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ തൃപ്പാദത്തെങ്കിൽ വന്ന് അങ്ങേക്ക് യോഗ്യമായ വണക്കം ചെയ്ത് ഏകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ സ്നേഹിച്ച് ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. അത് സാധിച്ചു കാണുവാനുള്ള ഭാഗ്യം അങ്ങേ കൃപയാൽ എനിക്ക് കിട്ടുവാനായി വളരെ താഴ്മയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുദ്ധ ബർണർദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദേളമാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തീരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ജപം ചൊല്ലി 3 സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ചൊല്ലണം. പരിശുദ്ധ ദേവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലണം മുഴുവനായും. രാജകന്യകെ എന്ന ജപം നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. രാജകന്യകയെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സ്വസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സ്വസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ മേൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലണം.
പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃജപം: നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. ഇന്നത്തെ സൽക്രിയ: നിങ്ങളുടെ കരയിലുള്ള ദേവാലയം നന്നായിരിക്കാൻ ശ്രമിക്കണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യൂസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.